എടാ പന്നി, ഇനി മേലെ ഇവളെ പറ്റി വല്ലോ നീ പറഞ്ഞാന്ന് ഞാൻ കേട്ടാ കൊല്ലും ഞാൻ. എടാ അത് നമ്മുടെ തന്നെയായിരുന്നോ, അതോ ഞാൻ കണ്ടത് തന്നെയാണോ നീയും കണ്ട്? ഇല്ലേ, എന്റെ കണ്ണടിച്ചു പോയതാണോ? നീ കണ്ടത് തന്നെയാണ് ഞാനും കണ്ടത്. വന്നേനി. അനു, അനു, അനു. എന്താണ് ചെക്ക കിടന്നിങ്ങനെ ഒച്ച വെക്കാൻ? ഇവിടെ ഉള്ളവരൊന്നും ചത്തിട്ടില്ല. അതന്നെ, എന്തായില്ല? നിന്റെ ചെക്കൻ ഫ്രീക്കാട്ടാ. ഫ്രീക്കോ? അല്ല, ഫേക്കാട്ടാ. എന്റെ ചെക്കനാ? പിന്നെ നിന്റെ ചെക്കൻ ഞാനാണോ അവനെ പ്രേമിക്കണേ? നീ അത് വിട്ട് കാര്യം എന്താന്ന് പറയും. നിന്റെ ചെക്കൻ വഞ്ചകനാടി, വഞ്ചകൻ. നീ എന്നാലിന്ന് വരണ്ടിയിരുന്നു. എനിക്കതല്ല, ഇത്രയും നാളായിട്ട് ഞാൻ അവളെ കണ്ടിട്ടില്ലല്ലോ. അതെങ്ങനെയാ, വല്ലപ്പോഴും ഒരിടത്ത് അടങ്ങി നിക്കണേ. എന്നാലാ ഡയലോഗൊക്കെ നൈസായിരുന്നു. അത് കഴിഞ്ഞിട്ട് അവളായിട്ടാ കൈ പിടിച്ചു പോയത്. ഐ തിങ്ക് അവൻ അവളെ ഇഷ്ടമെന്ന് തോന്നുന്നു. കരിനാക്ക് വളച്ചൊന്നും പറയില്ലട പന്നി. എനിക്കും അങ്ങനെയാണ് തോന്നണേ. മിക്കപ്പോഴും അവളുടെ അടുത്ത് സംസാരിച്ചിരിക്കാനാണ് പതിവ്. ഇടയ്ക്ക് ഒരുമിച്ച് പോകണതൊക്കെ കാണാം. ഇതൊക്കെ നീ ഏനറിഞ്ഞ്? അനുവിന്റെ കാര്യമൊക്കെ അന്വേഷിക്കണ്ടമ്മ. എങ്ങനെയായിരുന്നു ഞാൻ? പോട്ടെ, കിടക്കട, നല്ല തലവേദന. ഗുഡ് മോർണിംഗ്. എന്തോന്നും മിണ്ടാതെ നിക്കണ? ഏതാടാ പെണ്ണ്? ഏത് പെണ്ണ്? ഇന്നലെ നീ ഡിഫെൻഡ് ആക്കിയത്. അവളോട് നിനക്കെന്താ ഇഷ്ടമുണ്ടോ? നിങ്ങൾക്ക് വട്ടായോ? എനിക്ക് അവളോടൊന്നുമില്ല. എന്നിട്ടാണോ ഇന്നലെ സൂപ്പർമാനെ പോലെ ഋഷിക്കുണ്ടായാലോ? അതോ അത് അവള് എടാ, അവളെന്റെ നെയ്ബറാണ്. അവളുടെ അച്ഛനും അമ്മയും എന്നോട് അവളെ നോക്കാൻ പറഞ്ഞേക്കണേ. സോ ഇങ്ങനെയൊക്കെ നടന്നെന്ന് പറഞ്ഞിട്ട് ഞാൻ ഇനി ഒന്നും ചെയ്തില് ശരിയാവില്ല. അത് മാത്രല്ല, അവളെ ഞാൻ എന്റെ സ്വന്തം പെങ്ങളെ പോലെയാണ് കണ്ടേക്കണേ. അപ്പോ എനിക്ക് ആ പറഞ്ഞ അങ്ങനെയൊക്കെ പറഞ്ഞത് പിടിക്കൂല. എനിക്കുണ്ട് ആ ഒരു ഏജിലുള്ള ഒരു പെങ്ങള്. അതുകൊണ്ട് അല്ല, ഇതൊക്കെ ഇപ്പൊ എന്നോട് ചോദിക്കാൻ. അത് നീ അവളെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടായില്ലല്ലോ. അപ്പൊ അങ്ങനെയൊക്കെ കണ്ടപ്പോ ഒരു ക്ലാരിഫിക്കേഷൻ, അത്രേ ഉള്ളൂ. എടാ അക്കു, ആ കോളേജ് ഡേന്റെ പരിപാടിക്ക് പ്രോഗ്രാമിന്റെ കാര്യത്തിന് പ്രിൻസി എന്തോ കാണാൻ ചെല്ലണം എന്ന് പറഞ്ഞില്ലേ? നീ പോണില്ലേ? ആടാ, ഞാൻ മറന്നുപോയി. ദേവൻ നിന്റെ പ്രോഗ്രാം ഉണ്ടാവില്ലേ? അറിയില്ലടാ, നല്ലൊരു പെയറിനെ കിട്ടിയിട്ടില്ല. നീ നോക്കി നോക്ക്. എനിക്ക് ഐറ്റംസ് ഒക്കെ ഓർഡർ ആക്കാനുണ്ട്. നീ പെട്ടെന്ന് നോക്കിട്ട് പറയണേ. ഇല്ല, പ്രിൻസ് എനിക്ക് സൗകര്യം തരില്ല. ആടാ, ഞാൻ പറയാം. ജസ്റ്റിനെ നോട്ടീസ് ഇറക്കിക്കോ. നോട്ടീസ് ഇറക്കിക്കോന്ന് ഇവൻ പറയുന്നുണ്ടല്ലോ. എന്റെ തൊണ്ടയുടെ കാര്യം പോക്കയിന്ന് വയ്യ എനിക്ക്. എടാ, മിൽച്ചേക്ക് വാങ്ങി തരടാ. തന്നെ ഓക്കെ. കാലുമാറരുത്. ഈ ദേവൻ കാലുമാറിയ ചരിത്രം ഉണ്ട്. നീ എന്തോ നാടാ പോയിട്ട് പറഞ്ഞേ? ഇത്രയും പിള്ളേര് വരാനായിട്ട്? ഞാനാകെ റിഹേഴ്സൽ ഉണ്ടെന്നേ പറഞ്ഞുള്ളൂ. എല്ലാം കൂടി കെട്ടി ഒരുങ്ങി പോന്നത് ഇപ്പൊ എന്റെ കുഴപ്പമില്ല. നീ ഓരോരുത്തരായിട്ട് വിളിച്ചു. എന്ന് ഇത് തീരുമെന്ന് എനിക്ക് തോന്നുന്നില്ല. തുടങ്ങിക്കോ എന്തായാലും.
നെക്സ്റ്റ് അർപ്പിത. Don't need permission, made my decision to test my limits. Cause it's my business, God as my witness. Stop what I finished. Don't need no holder, taking control of this kind of moment. I'm locked and loaded, completely focused, my mind is open. All that you got, skin to skin, oh my God, don't you stop, boy. Something about you makes me feel like you're dangerous for me. Something about you makes me wanna do things that I shouldn't. Something about nothing to proving, I'm bulletproofing, know what I'm doing. The way we're moving, like introducing us to a new thing. I wanna save it for later, the taste of flavor. Cause I'm a taker, cause I'm a giver, it's only nature, I live for danger. All that you got, skin to skin, oh my God, don't you stop, oh. Something about you makes me feel like you're dangerous for me. Something about you. യു സെലക്ടഡ്. ബാക്കിയുള്ളവർക്ക് എല്ലാവർക്കും പോവാം. നാളെ മുതൽ ആഫ്റ്റർ ഫസ്റ്റ് പീരീഡ് പ്രാക്ടീസിന് വന്നോളണം, ലേറ്റ് ആവരുത്. ഓക്കെ ചേട്ടാ. എവിടെ പോണം മിസ് ബ്യൂട്ടി? ഏയ് അങ്ങനെ അങ്ങോട്ട് പോവല്ലേ ചേട്ടൻ, പറയട്ടെ. അന്ന് അക്കു ഉണ്ടായി, ഇന്ന് ആര് വരുമെന്ന് എനിക്ക് അറിയണം. ചേട്ടാ വേണ്ട, ഞാൻ പോട്ടെ. ഞാൻ അന്ന് തന്നെ പറഞ്ഞില്ല എനിക്ക് താല്പര്യമില്ലാന്ന്. അപ്പളേ ഞാനും എന്റെ ആഗ്രഹം പറഞ്ഞല്ലോ, അതെങ്കിലും നടത്തി തായോ. ചേട്ടാ വേണ്ട, വിട് പ്ലീസ്. വേണ്ട ചേട്ടാ, വിട് പ്ലീസ്. വിടടാ അവളുടെ കയ്യിൽ നിന്ന്. നിനക്ക് മാത്രം എങ്ങനെയടി ഇത്രയും രക്ഷകരുത്? ഇത് ആരാണിപ്പോ? നിന്നോട് അവളെ വിടാനാണ് പറഞ്ഞേനെ. ലീവ് ഹർ. ആദ്യം ആരവൻ നിന്റെ ഒപ്പം, ഇപ്പൊ ഇവനാണോ നിന്റെ ഒപ്പം? പുതിയ സെറ്റപ്പ്. വേണ്ട വേണ്ട പ്ലീസ്, മതി.
നോ മീ? അതൊക്കെ മനസ്സിലായി. രാത്രി ഇനി ഇങ്ങനെ പുറത്തിറങ്ങി നടക്കണ്ട ഇനി. ഓക്കെ, ബൈ. നിന്നോട് എന്റെ ഒപ്പം താളിടാനല്ല പറഞ്ഞ ഞാൻ. എന്താന്നാ ചോദിച്ചേ? അതും ദേവന്റെ ഒപ്പം. അതെന്റെ എന്റെ പൊന്നോ, അങ്ങനെയൊന്നും ഇല്ലാട്ടാ. എന്നെ സ്റ്റേവിനൊക്കെ പിന്നെ ഒന്ന് ട്യൂൺ ചെയ്യാൻ നോക്കി. അപ്പോ ദേവേട്ടനാണ് എന്നെ അവിടെ നിന്ന് രക്ഷിച്ച്. എന്നിട്ട് ഇവിടെ കൊണ്ട് നോക്കി. അവന്മാരുടെ കുഴപ്പം ഇതുവരെ മാറിയില്ലേ? ഞാൻ വേണ്ടേട്ടാ, ദേവേട്ടൻ നല്ലോണം കൊടുത്തിട്ടുണ്ട്. അല്ല, ദേവേട്ടനും എന്നെ കുഴപ്പമുണ്ടോ? നല്ല കുഴപ്പമുണ്ട്. ഇനി സഹിക്കൂ. ദേവേട്ട, താങ്ക് യു. അത് ഇന്നലെ പറഞ്ഞില്ലേ? ഇല്ല. എവിടെ വരെ പഠിച്ചു? നീ എന്നെ നോക്കി നിൽക്കാതെ പഠിക്കാൻ നോക്ക്. 2 ഡേ കൂടിയുള്ളൂ പരിപാടിക്ക്. എന്തായിടെ പ്രിപ്പറേഷൻ ഒക്കെ? എല്ലാം ഒക്കെയാണ്. ദേവ 3ാമത്തെ ആണിട്ടോ നിങ്ങളുടെയൊക്കെ ഡാൻസ്. ഓക്കെ. പെണ്ണ് റെഡി ആയി കഴിഞ്ഞിട്ടുണ്ടാവില്ല. അവളോട് പോയിട്ട് പറഞ്ഞേക്ക് വൈകണ്ടാന്ന്. കുറെ പ്രോഗ്രാം ഉണ്ട് ഈ പ്രാവശ്യം. അവിടെ ഞാൻ പറഞ്ഞേക്കാന്ന് വെച്ചല്ലേ. അതെ, ഇവരെ കറക്റ്റ് ടൈമിൽ കൊണ്ടുവന്നാക്കല് ഞാനേറ്റ്. അതാണ് എന്റെ പേടി. ദേവാ നോക്കിയേക്കേ. റെഡിയായി കഴിഞ്ഞില്ലേ? കഴിഞ്ഞേട്ടാ. ഈ മാസ്ക് കൂടി വെച്ചോ. ഹായ്. കൊറേ ആയി കാണുന്ന വെച്ചിരിക്കണം. ഡാൻസ് കഴിഞ്ഞിട്ട് എന്തായാലും വിശദമായിട്ട് പരിചയപ്പെടാം. അവിടെ തുടങ്ങാറായിട്ടുണ്ട്. പോയിട്ട് നന്നായിട്ട് കളിക്കും. അത് പിന്നെ എന്നോട് പറയാനുണ്ടോ? അതിന് നിന്നോട് ആരാ പറഞ്ഞേ? ഞാൻ അവളോടാ പറഞ്ഞു. ഹലോ അപ്പ. ഇവളത് എവിടെ പോണം? ആര്? അനു. നീ എവിടെ പോണം? അതൊക്കെ അപ്പം വിളിച്ചപ്പോ അങ്ങോട്ടേക്ക് ചെല്ലാൻ പറഞ്ഞു. എന്നിട്ട് ഞാനാക്കാം. വേണ്ട, ഞാൻ പോയിക്കോളാം. വേണ്ട, രാത്രിയായി. ഞാൻ കൊണ്ടുപോയി ആക്കാം. നീ വെയിറ്റ് ചെയ്യും. ഞാൻ അവനോടൊന്ന് പോയിട്ട് പറഞ്ഞിട്ട് വരട്ടെ. तड़पाए मुझे तेरी सभी बातें, एक बार है दीवानी, झूठा ही सही प्यार तो कर। मैं भूला नहीं हंसी मुलाकातें, बेचैन करके मुझको मुझसे यूं ना फेर नजर। रूठेगा ना मुझसे मेरे साथ या ये वादा कर, तेरे बिना मुश्किल है जीना मेरा मेरे दिल पर। जरा जरा महकता है आज तो मेरा तन बदन में प्यासा हूँ, मुझे भर ले अपनी बाहों। जरा जरा महकता है आज तो मेरा तन बदन में प्यासा हूँ, मुझे भर ले अपनी बाहों में। यूं ही गरज गरज काली घटा बरसे, हम यार भीग जाएं इस चाहत की बारिश में। तेरी खुली खुली लटों को सुलझाऊं मैं
अपनी उंगलियों से। मैं तो हूँ इस ख्वाहिश में, सर्दी की रातों में हम सोए रहे एक चादर में। हम दोनों तन्हा हो, ना कोई भी रहे इस घर में। जरा जरा बहकता है, महकता है आज तो मेरा तन बदन। मैं प्यासा हूँ, मुझे भर ले अपनी बाहों। जरा जरा बहकता है, महकता है आज तो मेरा तन बदन। मैं प्यासा हूँ, मुझे भर ले अपनी बाहों में। മച്ചു, നൈസായിരുന്നു ഡാൻസ്. രണ്ടുപേരും നന്നായിട്ട് കളിച്ചു. താങ്ക് യു. എടാ, അക്കുവും അനുവൊക്കെ എന്തേ? അവൻ അനുവിനാക്കാൻ പോയി. എന്താ അവള് പോയ? അവളുടെ അച്ഛനെന്തോ പെട്ടെന്ന് വിളിച്ച് ചെല്ലാനൊക്കെ എന്തോ പറഞ്ഞു. എന്തോ ടെൻഷനാണ്. അപ്പൊ ഞാനിങ്ങനെ പോവും ചിക്കൻ കൊണ്ട്? ഹലോ ഏട്ടാ, എവിടെയാണ്? ഞാൻ അവളെ ആക്കാൻ പോയിട്ടേ ഉള്ളൂ. എന്തായി? അപ്പൊ ഞാൻ ഇനി എങ്ങനെ പോവും? കർത്താവെ, മറന്നു കുട്ടിയുടെ കാര്യം. സോറി വാവേ. തൽക്കാലം ഊബർ എന്തായാലും വിളിച്ചു പോവോ പ്ലീസ്. ഇത് മുത്തല്ലേടി പട്ടി. അപ്പോ ഞാൻ കൊണ്ടുപോയാക്കി തരാം. ഇഫ് യു ഓക്കെ. ഓക്കെ. ആരത്? ആ അല്ല, ഭാവി എന്നൊക്കെ വിളിക്കണ കേട്ടതാ ചോദിച്ചു. ഗേൾഫ്രണ്ടാണോ? ഏയ്, അതനിയത്തിയാ. താങ്ക് യു. നിന്നോട് ഇളിച്ചു കാണിക്കല്ല പറഞ്ഞേ, എന്താണ് ആരാണെന്നാ ചോദിച്ചേ. എന്റെ മോനെ തേച്ച്, അതുകൊണ്ടാ സീനിയർ ഏട്ടന് എന്നെ ആക്കി തന്നത്. അവനെവിടെ പോയി? പ്രാണസഖിയെ കൊണ്ടാക്കാൻ പോയതാ. പ്രാണസഖ്യം? ആ, ഞാൻ കിടക്കട്ടെ, നല്ല ക്ഷീണം. എന്താണ് അനുമോൾ ഇങ്ങനെ ഇരിക്കണേ? ദേവയോ അക്കു എന്തിയാ? ഞാനിവിടെ തന്നെ ഉണ്ട്. എന്തേ? ദേവയോ? ആ, വന്നിട്ടില്ല. എനിക്ക് അവൻ ഇപ്പൊ കാണാം, വായോ. ഹാടി ഫഞ്ഞി. ദേവാ, ദേവാ, ദേവ്. നീ എന്താ അനു ദേവനെ പോലെ തുടങ്ങുവാണോ? എന്താടി നിനക്ക്? എന്താടി നിന്റെ അമ്മായപ്പിന് വല്ലതും പറ്റിയോ? നീ കരയുവാണോ അനു? അനു കാര്യം പറ, നീ കരയാതെ. എന്നെ മാരേജ് അച്ഛൻ ഉറപ്പിച്ചു. എന്ത്? ആരെയിട്ട്? പപ്പന്റെ ഏതോ ഫ്രണ്ടിന്റെ മോനായിട്ടാ. എനിക്ക് മാരേജ് വേണ്ടറിയണോ അമ്മ? നീ സങ്കടപ്പെടല്ലേ, ഞാൻ ശ്രീയേട്ടനോട് പറയാം നിന്റെ അച്ഛനോടൊന്ന് സംസാരിക്കാൻ. ഡേ, ഇന്ന് ആരെയും കണ്ടില്ലാലോ, വന്നില്ലേ? എന്റെ ഏട്ടനൊക്കെ ഇറങ്ങിയായിരുന്നല്ലോ, ഇതിപ്പോ ഇവിടെ പോയി. ഇനി നീ എന്നെ പോവും. ഞാൻ എന്തായാലും അവനെ വിളിച്ചോക്കട്ടെ. ഹലോ, എന്താടി? എവിടെയാടോ? ഞാൻ ദേവന്റെ വീട്ടിലാണ്. എന്തായി? അപ്പൊ ഞാൻ ബസ്സിന് പോണോ? വേണ്ട, ഞാൻ വരാം. സ്റ്റോപ്പിൽ തന്നെ നിൽക്കുന്ന എന്റെ ഫ്രണ്ടിനോട് പോവല്ലേന്ന് പറട്ടാ. ഞാൻ വന്നിട്ട് പോയാ മതി എന്ന് പറ. ഓക്കെ? ഓക്കെ. എടാ, ഞാൻ എപ്പ വരാവേ. അക്കു, ഞാൻ പോവാം. നീയൊക്കെ അപ്പോഴത്തേക്ക് അവളെ സമാധാനിപ്പിക്കും. നീ ഇപ്പൊ തന്നെ വരാം. ഇത്ര നാളായി കണ്ടിട്ട്. ആരെ? മഴയെപ്പോലെ ഇത്രയും സമാധാനം തരുന്ന വേറൊരു കാര്യമില്ല. ഈ പ്രാന്തിയെ കൊണ്ട് എടി
ഈ മഴയത്തിപ്പോ എൻ്റെ അടുത്ത് ദേവിട്ട് ഉണ്ടായിരുന്നെങ്കിൽ കെട്ടിപ്പിടിച്ച് മൂടുത്താനെ. അത് മഴയത്ത് തന്നെ. നീ ഉമ്മയൊക്കെ കൊടുത്ത് നിക്കേ, ഞാൻ പോയിട്ട് പിന്നെ വരാവേ. എടി അക്കു വന്നിട്ട് പോവാല്ല പറഞ്ഞേ. നീ ഇവിടെ നിക്ക്, പോവല്ലേ? അക്കുഞ്ഞിയുടെ വീടത്ത് എന്തായാലും വന്നിട്ടുണ്ട്. നിനക്ക് എന്തായാലും ശരി, ഞാൻ പോട്ടെ. എടി പോയോ? എന്തായി, കഴിഞ്ഞോ മഴ ആസ്വദിച്ച്? അക്കു ഇവിടെ? ഞാൻ കുറച്ച് തിരക്കില്ല, നീ കയറ്, ഞാൻ കൊണ്ടാക്കാം. ഈ മഴയത്തോ? എന്താ മഴയത്ത് തന്നെ പറ്റില്ലൂ. ഇല്ല, ഞാൻ വരാം. വെയിറ്റ്. താങ്ക് യു. ഐഷ്, താങ്ക്സ് മാത്രമേ ഉള്ളൂ. അല്ല, എപ്പോഴും താങ്ക്സ് മാത്രമല്ലേ പറയാറ്. കുറച്ചു മുമ്പ് ആലോചിച്ച കാര്യം വേണ്ടേ നിനക്ക്? ഇനി പൊക്കോ. എന്തേ, ഇനിയും വേണോ? എന്തൊക്കെണ്ടായി? ഈ ലവ് മീ ആ ഭ്രാന്ത് പിടിക്കുന്നുണ്ട്. ആളെ വിളിക്കാം. എന്താണ് ദേവടെ മിസ് ചെയ്താ? ഒരു പയ്യപ്പറ, ദേവടെ നിന്നെ കിസ് ചെയ്തോ? പുള്ളിക്കിന് ഇഷ്ടായിരിക്കോ? നിന്റെ ചേട്ടനോട് ചോദിച്ചു നോക്കി. നിനക്ക് ഞാൻ ഇത്ര മര്യാദക്ക് ജീവിക്കണം കണ്ടിട്ട് സഹിക്കണല്ലേ? ഇനിയിപ്പോ എന്താ ചെയ്യാ? അത് ചോദിക്കാനാ ഞാൻ നിന്നെ വിളിച്ച്. നല്ല ആളെ എന്തായാലും വിളിച്ച്. എന്റെ ദൈവത്തിന്റെ കൂട്ടുണ്ട്, അത് കൊണ്ടുപോയി നാളെ കുടിച്ചിട്ട് ചോദിക്കാം. അതെങ്ങനെയുണ്ട്? ഞാനും വരാം. ഇല്ലേ എന്തേലും കുറിച്ചിട്ട് പിന്നെയും ചെയ്യാൻ തോന്നിയാലോ? പൊടി. എടി വാ പോക്കാം, ബ്രേക്കല്ലേ? എടി വേണോ? വേണം, നീ വന്നേ. എനിക്ക് രാത്രി കിടന്ന് ഉറങ്ങണ്ടേണ്. ഇഷ്ടം. ദേവ ഓക്കെ അല്ലേ? ചെറിയൊരു ടെൻഷൻ ഉണ്ട്. എന്താണ് ഇവിടെ മൊത്തം പിള്ളേര്? അനു, എന്തോ? ഐ ലവ് യു. പോകുകയാണോ ഇതുവഴി